പ്രൈമറി അല്ലെങ്കിൽ പ്രീ പ്രൈമറി എന്നത് ഭക്തികൾ. ഇവിടെ വന്നാൽ മാത്രം ഭക്തി, പുറത്തു കിടന്നാൽ ആദ്യം കാണുന്ന ആൾക്ക് 4 തെറി, അത് ഭക്തിയല്ല, അത് ഏറ്റവും നല്ലതാണ്. അപ്പം അതുകൊണ്ട് വിഗ്രഹത്തിൽ മാത്രമേ, ക്ഷേത്രത്തിൽ മാത്രമേ ഈശ്വരനുള്ളൂ എന്ന് വിചാരിക്കുന്നതായ ആ സങ്കല്പം ഏറ്റവും താന്നതാണ്. ഇവിടെ ഉണ്ട്. എന്താ ഇവിടെ വരാൻ കാരണം ചോദിച്ചാൽ, എല്ലായിടത്തും കാറ്റുണ്ടായിട്ടും നമ്മൾ ഫാൻ വയ്ക്കുന്നില്ലേ? എല്ലായിടത്തും കാറ്റുണ്ടെങ്കിലും കൂടുതൽ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഫാൻ ഫിറ്റ് ചെയ്യുന്നില്ലേ? ഇതുപോലെ എല്ലായിടത്തും ഈശ്വരുണ്ടെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് താന്ത്രിക വിധി പ്രകാരമോ ആവാഹനം കൊണ്ടോ ആ ശക്തിയെ അവിടെ കേന്ദ്രീകരിച്ച് കൊണ്ടുവരുമ്പോൾ അവിടെയാണ് ക്ഷേത്രമായിട്ട് മാറുന്നത്. അപ്പം അത് ശരിയാണ്. പക്ഷെ അവിടെ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അപ്പം ഞാൻ ഈ ഫാനിൽ നിന്ന് തന്നെ കാറ്റിൽ മാത്രമേ കാറ്റുള്ളൂ എന്ന് വിചാരിക്കരുത്. ഇവിടെയൊക്കെ കാറ്റുണ്ട് അല്ലേ? അപ്പോൾ വളരെ വിശേഷപ്പെട്ട ഒരു ഇതാണ്. ഇപ്പം വിഗ്രഹത്തിൽ മാത്രമല്ല കാണുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പൂജാമുറിയിൽ മാത്രമേ ഉള്ളൂ ഈശ്വരൻ വിചാരിക്കരുത്. അടുക്കളയിലും ബാത്റൂമിലും ബെഡ്റൂമിലും കാര്യമുണ്ട്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ചോദിക്കാറില്ല, ബെഡ്റൂമിൽ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെക്കാമോ ചോദിച്ചപ്പോൾ ഞാൻ വെച്ചോളൂ. ബെഡ്റൂമിലും ബാത്റൂമിലും ഒക്കെ ആരുണ്ട്? നമ്മളത് ജീവിച്ചിരിക്കില്ല. നമുക്ക് സംശയം തോന്നുകയാണ് അവിടെ പാടുമോ ഇവിടെ പാടുമോ എന്നുള്ളത്. അദ്ദേഹം സംശയമൊന്നുമില്ല, സർവ്വവ്യാപിയാണ് അദ്ദേഹം. അതുകൊണ്ട് ആ താമസഭക്തിയിലേക്ക് പോകേണ്ട. ആവൃത്തെ ത്വസ്വരൂപം ക്ഷിതിരമൃതാത്യാദിന ആത്മന ഋഷിബന്ധി. പക്ഷെ എല്ലാം ഒന്നാണെങ്കിലും നമ്മുടെ കർമ്മവാസന കൊണ്ട്, പാപവാസന കൊണ്ട് നമ്മളിതിനെ പലതായിട്ട് കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പലതായിട്ട് കാണുമ്പോഴാണ് ദുഃഖജാലേ ശിബന്ധി. അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനമാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ലിവിങ്. എന്താ പറയുന്നത്? ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ആ മനോഭാവവും കാഴ്ചപ്പാടും മാറ്റിയെടുത്തോളൂ. ലോകത്തിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, ആകെ കൂടി നമുക്ക് മാറ്റാവുന്നത് ആരെയാണ്? നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാവരെയും മാറ്റാൻ നോക്കുക, സ്വയം മാറൂല. അങ്ങനെ വന്നിട്ട് മാറ്റം വരുത്തില്ല, അവനെ ഒരു വ്യത്യാസം വരാൻ പോലില്ല. അതുകൊണ്ടാണ് നമ്മുടെ ദൃഷ്ടി ആണ് തകരാറുണ്ട്. അതാണ് യഥാദൃഷ്ടിയും തഥാസൃഷ്ടി എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല. ഈ ലോകം നോക്കിക്കൊള്ളൂ. ഞാൻ അതിന് ഉദാഹരണം പറയാറുണ്ട്. ഒരു റോസാപ്പൂ വിടർന്ന് നിൽക്കാൻ കണ്ടു കഴിഞ്ഞാൽ, ഒരു കവി കണ്ടു കഴിഞ്ഞാൽ അതിൽ കവിത വരും, അതിന് ഭംഗി വർണ്ണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഒരു ഭക്തൻ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഈ പൂ പൊട്ടിച്ച് ഭഗവാന്റെ കാക്കിൽ കൊണ്ടു കൊടുക്കാം. ഒരു ശാസ്ത്രജ്ഞൻ കണ്ടെന്താ വിചാരിക്കുക? അത് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ഓരോ എതളും നുള്ളി കളയും. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് നശിപ്പിക്കും ഇതിന്. ഒരു കാമ്പും കണ്ടാലോ, ഈ പൂവുണ്ട് അവിടെ തലയെ കൊണ്ടുവച്ചാൽ ഭംഗിയുണ്ടാവും. അപ്പോൾ പൂവിനാണോ കുഴപ്പം, കാണുന്ന ആൾക്കാണോ കുഴപ്പം? അതാണ്. ലോകത്തിലൊരു മാറ്റം വന്നിട്ടില്ല. സൂര്യൻ കിഴക്കുന്നു ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, കാറ്റ് വീശുന്നു, അഗ്നി ജ്വലിക്കുന്നു, വെള്ളം ഒഴുകുന്നു ഒക്കെ ഉണ്ട്. ആർക്കാ വ്യത്യാസം വന്നേക്കുന്നത്? നമുക്കാ വ്യത്യാസം വന്നേക്കുന്നത്. കുറ്റം പറഞ്ഞ എന്താണ്? ലോകം മുഴുവൻ മാറണോ, ലോകം മാറണമെന്നില്ല. മാറുന്നത് നമ്മളാണ്. വാസ്തവത്തിൽ നമ്മൾ മാറിക്കഴിഞ്ഞാൽ എല്ലാം മാറും. അപ്പം അതുകൊണ്ടാണ് കേന്ദ്രീകരിക്കപ്പെട്ട ആള് നമ്മളായിരിക്കുക. അതാണ് തന്മായാമൈ ത്വത്പാദേ ഭക്തിരേവ ഇതി അവതോ. അതുകൊണ്ട് ഭക്തി കൊണ്ട് മാത്രം പോവാം. പിന്നെയുള്ളത് എന്താ? കണ്ടുപിടിക്കണോ കൊണ്ടുപിടിക്കണോ ഓരോ കാര്യങ്ങൾ. നമ്മുടെ ഒബ്സർവേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. വേണ്ടത് കണ്ടുപിടിക്കാൻ പറ്റും, എല്ലാം ഒന്നും കൊണ്ടുപിടിക്കാൻ പറ്റില്ല. ഇന്ന് കാണുന്ന മദ്യപാനികൾ, ഇന്ന് കാണുന്ന എന്താ പറയുക വലിക്കാരുണ്ടല്ലോ, പുകവലിക്കാർ, ഇവർക്ക് അറിയാം ഇത് അപകടമാണെന്നുള്ളത് അല്ലേ? എത്ര ആൾക്കാർക്ക് എന്തെല്ലാം രോഗം വരുന്നുണ്ട്, എന്നിട്ട് പോലും അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ചിട്ടില്ല എന്നല്ലേ അർത്ഥം. പിന്നെ കൊണ്ടുപിടിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിന് അപകടം എന്താണെന്നുള്ളത്. അതുകൊണ്ട് ലോകത്തിലേക്ക് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കിക്കണ്ടാൽ പല അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാം. ആരും ആ ശ്രദ്ധ കൊടുക്കാനില്ല. അതാണ് ദുഃഖാനി ആലോക്യ ജന്തുഷു അലം വിവേകോഹം. എന്നിട്ടോ ഗുരുക്കന്മാരെയും സമീപിക്കുക, ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒബ്സർവേഷൻ വളരെ പ്രധാനമാണ്. അല്ലാണ്ട് കണ്ണുമൂട്ടി നടക്കരുത്. നോക്കണം നമ്മൾ എല്ലായിടത്തും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ പേപ്പർ വായിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ? ന്യൂസ് അറിയണം, പേപ്പർ വായിക്കണം, അറിഞ്ഞിരിക്കണം നമ്മൾ. കാരണം നമുക്കൊരു ഓവറോൾ നോളജ് ഉണ്ടാവണം എന്താ നടക്കുന്നതെന്നുള്ളത്. അതല്ലാതെ കണ്ട് ഇപ്പോൾ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിയമം അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇഗ്നറൻസ് ഓഫ് നോളജ് ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. അതാണ് കോർട്ടിൻ്റെ പ്രത്യേകത. നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസും ഇല്ല കോർട്ടിൽ. നിങ്ങൾ അറിഞ്ഞിരിക്കണം നിയമം. അപ്പോൾ അതവിടെ ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ ലോകത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം.
അതിനുള്ള ഉപാധികൾ നമ്മൾ കണ്ടുപിടിച്ചോളണം. അപ്പോൾ കുറച്ച് സമയമെങ്കിലും ചിലവാക്കുക, എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെ അറിയണ്ടേ. ആ ഒബ്സർവേഷനാണ് പറയുന്നത്. അങ്ങനെ ചെയ്താണ്. അപ്പോൾ ലബ്ധ്വാത്വ ധ്രുവതത്വം, ആ ഗുരുവിനെ സമീപിച്ച് ഈശ്വരതത്വം മനസ്സിലാക്കി മായാമേനം തരിത്വ പരമസുഖമയേ തത്പതേ മോഹിതാഹേ തസ്യായാം പൂർവ്വരംഗ. ഭക്തിയുടെ അല്ലെങ്കിൽ ആത്മീയതയുടെ തുടക്കം കണ്ടറിയാണ് കഴിവ്, വിവേകം, വിവേചനം, ഡിസ്ക്രിമിനേറ്ററി ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ തിരിച്ചറിയാൻ സാധിക്കുക. അതാണ്. അറിവുണ്ടായിട്ട് കാര്യമില്ല, തിരിച്ചറിവ് ഉണ്ടാകും. 91-ാം ദശകത്തിൽ നമുക്ക് 91-ാം ദശകത്തിൽ എത്രയോ കാര്യങ്ങളാണ് ഇവിടെ ഭാഗവതവും പറയണു, നാരായണീയം പറയണു. അപ്പോൾ വേണമെന്നുള്ളവർക്ക് മാറാനുള്ളതായ എല്ലാ ചാൻസും ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്കൊരു വിചാരമുണ്ട്, ഇതിന് സമയമില്ല, ഇങ്ങനെയാണ് പൊക്കോട്ടെ. ശീലിച്ചതേ പാലിക്കും. ശീലിച്ചത് പാലിച്ചിട്ട് കാര്യമില്ല, ശീലങ്ങൾ മാറ്റണം നമ്മൾ. അതിനുള്ള തൻ്റെ ഞാൻ പറഞ്ഞില്ലേ, സിഗരറ്റ് വലി തുടങ്ങിയ ആൾക്ക് അത് നിർത്താൻ പറ്റണം. തുടങ്ങിയ ആൾക്ക് നിർത്താൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് തൻ്റെ എന്നർത്ഥം. ഞാനങ്ങനെ ശീലിച്ചു പോയി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാല്ലേ. ആ ശീലം മാറ്റാനുള്ളതായ കഴിവ് വരുമ്പോഴേ അയാൾ ശക്തിയുള്ളതായിട്ട് പറയാൻ പറ്റുള്ളൂ. 92-ാം ദശകത്തിൽ പറയുന്നു, വേദൈ സർവാണി കർമാണി അപരപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ താനിത്വയി അർപ്പിതാനീയവഹി സമനചരൻ നിഷ്കർമ്യമീശ. അതായത് ബലശ്രുതി എന്നൊരു സാധനമുണ്ട്. നിങ്ങൾ സഹസ്രനാമം വായിച്ചാൽ പലതും പറയും. കുട്ടിയില്ലാത്ത കുട്ടി ഉണ്ടാവും, അതുണ്ടാവും എന്നൊക്കെ പറയണത്. ഇതൊന്നുമല്ല അതിൻ്റെ ഉദ്ദേശം. എങ്ങനെയെങ്കിലും ഈശ്വരനെ ഭജിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് കഷായം കൊടുക്കുമ്പോൾ ഒരു ഇത്തിരി കൽക്കണ്ണം കൊടുത്താൽ കഷായത്തിൻ്റെ കൂടെ എന്ത് കാണിച്ചു കൊടുക്കും അമ്മ? ഒരു കൽക്കണ്ണം കഷം കാണിച്ചു കൊടുക്കും. കുട്ടി കഷായം കുടിക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? കൽക്കണ്ണം കിട്ടാൻ വേണ്ടിയിട്ട്. അമ്മ എന്തിനാ കൽക്കണ്ണം കാണിച്ചു കൊടുത്തത്? കഷായം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ളൂ ബലശ്രുതിക്ക് യാതൊരു പ്രാധാന്യവും പറയാൻ പറ്റില്ല. ഈശ്വര അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ ജപിക്കണം, ക്ഷേത്രത്തിൽ പോകണം. അത് ഫലം നോക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ഫലം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കും. അതുകൊണ്ടാണ് ഈ ബലശ്രുതിക്ക് വലിയ പ്രാധാന്യമില്ല. വേദൈ സർവാണി കർമാണി അപരപരതയാ വർണ്ണിതാനി ബുദ്ധ്വാ താനി ത്വയി അർപ്പിതാനി യവഹി സമനചരൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ശരിയായ ജ്ഞാനമാർഗത്തിലേക്ക് എത്തിവരാൻ പറ്റും. അതുപോലെ മാഹു വേദൈ നിഷിദ്ധേ ഗുരുതരമി മനഃകർമ്മവാചം പ്രവൃത്തി ദുർവർജ്യം ചേതവക്തം. ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ചീത്ത ഒരു ശരിയുള്ള പ്രവൃത്തി ചെയ്യേണ്ട ഒരു ഗതികേട് വന്നു തുടങ്ങിയാൽ, ചിലപ്പോൾ അങ്ങനെ വന്നാൽ അതും ഭഗവാനിലേക്ക് അർപ്പിക്കും. ചിലപ്പോൾ പറ്റില്ല. ചില സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ കൂടെ ചിലപ്പോൾ ചീത്ത വിചാരം പോകാറുണ്ടോ ഇല്ലയോ? നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത് ശരീരം കൊണ്ടാണോ മനസ്സുകൊണ്ടാണോ? ശരീരം കൊണ്ട് കുറച്ച് പാപം ചെയ്യുന്നു, മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്യാൻ വയ്യാത്ത പാപമൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അതും സമർപ്പിക്കുക, ഭഗവാനെ എന്നെ ശുദ്ധമാക്കണേ എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെയാണ് യസ്തുന്യകർമ്മയോഗസ്തവനമയസ്തത്ര അഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വീക രൂപം ദൃഷ്ടി ഹൃതിമൃതി കാപിവാ ഭാവയിത്വ. അതായത് ഈശ്വര വിഗ്രഹങ്ങൾ 8 തരത്തിൽ ഉണ്ടാക്കാം. അത് പറയുന്നുണ്ട് അവിടെ. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കല്ലുകൊണ്ട്, മരം കൊണ്ട്, ലോഹം കൊണ്ട് വരച്ചിട്ട് ചിത്രമായിട്ട്, മണൽ കൊണ്ട്, മനസ്സുകൊണ്ട്, ഇങ്ങനെ 8 തരത്തിൽ മണി കൊണ്ട് ഉണ്ടാക്കാം. ഏത് തരത്തിൽ ഉണ്ടാക്കിയാലും അതിൽ ആരുണ്ടെന്ന് വിചാരിക്കണം. അതാണ് ഹൃദ്യാം സത്വീക രൂപം ദൃഷതി ഹൃതി മൃതി കാപിവാ ഭാവയിത്വ. ഏതായാലും വിരോധമില്ല. ആ പൂജ കഴിക്കുന്ന സമയത്തോ ആ ഒരു പൂവിടുന്ന സമയത്ത് വിളക്ക് വയ്ക്കുന്ന സമയത്ത് അത് ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്നൊരു ആത്മാർത്ഥമായ സമർപ്പണമായിട്ട് ചെയ്യണം. ഒരു പൂവിടുന്ന സമയത്ത് ഭഗവാന്റെ പാദത്തിൽ പോയി വീണു. അപ്പം നമ്മളൊക്കെ ആ പാദത്തിലേക്ക് ശ്രദ്ധിക്കുക. പാദപൂജയാണ് നമ്മൾ ചെയ്യുന്നത് ഭഗവാന്റെ. അപ്പോൾ ആ പൂ പാദത്തിൽ പോയി വീഴണം എന്ന് വിചാരിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ ജപിക്കുമ്പോൾ ഭഗവാൻ മുമ്പിൽ നിൽക്കുന്നതായിട്ടും ആ പൂവ് അവിടെ ചെന്ന് വീഴുന്നതായിട്ടും സങ്കല്പിച്ചു വരണം. അല്ലാണ്ട് മെക്കാനിക്കലായിട്ട് പൂവിടൊരു കാര്യമില്ല. ക്ഷമിക്കുവാൻ ആൾക്കാർ എന്താ ചെയ്യണത്? എവിടേക്കും നോക്കിക്കൊണ്ടാണ് പൂവിടുക. അപ്പോൾ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, നിഷ്ഠയുണ്ടാവണം. നിത്യം വരിയാം സവരിയാം. ഒരു ദിവസം പൂജിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ട് കാര്യമുണ്ടോ?
എല്ലാ ദിവസവും വേണ്ടേ? അതുപോലെ ഈശ്വര ഉപാസനയ്ക്കും ഒരു നിഷ്ഠ ഉണ്ടാവണം. അതാണ് നേരത്തെ എഴുന്നേൽക്കുക, നാമം ജപിക്കുക എന്നൊക്കെ പറയുന്നത്. ഇനി അഥവാ നമുക്ക് സാധിച്ചില്ലെങ്കിലോ ഒരു ദിവസം എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് തക്കതായ കാരണം ഉണ്ടാവണം. ഇപ്പം നമ്മൾ കാലത്ത് എഴുന്നേറ്റു, പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖം വന്നു, അയാൾ ആശുപത്രിയിൽ കൊണ്ടുപോയി വന്നാൽ ജപിക്കുക വേണ്ടത് ആശുപത്രിയിൽ കൊണ്ടുപോകണോ വേണ്ടത്? പറയാൻ പറ്റും, ഇവിടെ കിടക്കട്ടെ ഞാൻ ജപിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അയാൾ പോയിട്ടുണ്ട്. അപ്പം ആ പ്രവൃത്തി ആരാധനയാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വീട്ടിലെ മുത്തശ്ശിക്ക് സൂര്യാണ്ട് കിടക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ ആൾക്കാരെ സേവിക്കാൻ പോണതിൽ അർത്ഥമില്ല. ആ മുത്തശ്ശി സേവിക്കുക ആദ്യം, അതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് മതി വേറെ സേവ. അതാണ് ഇവിടെ പറഞ്ഞത്. ഹൃദ്യാം സത്വൈക രൂപ പുഷ്പൈകത്തെ ഭക്തിയോട് ചെയ്യാൻ പറയുകയാണ്. പിന്നെ പറഞ്ഞു സ്ത്രീ ശൂദ്രാദികൾക്ക് വേദഭാവം വേദാധികാരം ഇല്ല എന്ന് പണ്ട് പറയാറുണ്ട്. ശ്രീശൂദ്ര ത്വത്കഥാദി ശ്രവണവിരഹിത ആസതാം. ഇവിടെയാണ് സ്ത്രീകളും ശൂദ്രന്മാരും ആരാണ് എന്ന ചോദ്യം വരും. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ സാരി എടുത്തു അല്ലെങ്കിൽ അങ്ങനെ എടുത്ത ആൾക്കാരെ സ്ത്രീ എന്ന് വിചാരിക്കുമ്പോൾ ശരിക്കും വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഗുണങ്ങളിൽ കിടന്ന് കളിക്കുന്ന, പ്രകൃതി മാത്രമേ സത്യമുള്ളൂ എന്ന് വിചാരിക്കുന്ന വ്യക്തികളുടെ പേരാണ് സ്ത്രീ. അല്ല, അത് പുരുഷനും ആവാം. ഇപ്പം പുരുഷൻ എന്ന് വെച്ചാൽ അർത്ഥം പുരേ ശൈലി ഇതി പുരുഷ എന്നാണ്. ഈ ശരീരത്തിൻ്റെ പേര് നവദ്വാരപുരി എന്നാണ്. ഇതിൻ്റെ പേരെന്താ? നവദ്വാരപുരി. 9 ദ്വാരങ്ങളുള്ളതായ ഒരു കെട്ടിടമാണ്. നിങ്ങൾ 4 കാലം നിന്നാൽ മനസ്സിലാവും. എക്സിറ്റും ഉണ്ട്, എൻട്രി ഉണ്ട്, എല്ലാം ഉണ്ട് അതിൽ. അവർ ഒരു കെട്ടിടം പോലെ നിൽക്കുന്നത് ശരിക്ക്. ആ നവദ്വാരപുരത്തിലെ അതിൽ ശയിക്കുന്നത് ആരാ? ഉള്ളിൽ കിടക്കുന്നത് ആരാണ്? നാരായണൻ. അപ്പോൾ പുരേ ശൈലി ഇതി പുരുഷ. ഏതൊരു ശരീരത്തിലാണോ ഈശ്വരൻ ശയിക്കുന്നത് അത് പുരുഷൻ. അവ സ്ത്രീകളും പുരുഷന്മാരും തന്നെ വസ്തുത്തിൽ വ്യാഖ്യാനിച്ചു വന്നാൽ എല്ലാത്തിനും ലഭ്യമാണ്. അതുപോലെ പ്രകൃതിയിൽ മാത്രമേ ഈശ്വരനുള്ളൂ വിചാരിക്കുന്നതായ ഒരു വ്യക്തി സ്ത്രീയാണ്, അല്ലാണ്ട് മറ്റൊന്നല്ല. അതുകൊണ്ട് ഒരിക്കലും സ്ത്രീകളെ മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാത്തിലും അവർക്കും അധികാരമുണ്ട്. എത്രയോ ക്ഷേത്രങ്ങളിലൊക്കെ ഭാരതത്തിൽ പൂജ ചെയ്യുന്ന സ്ത്രീകളാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹരിപ്പാട് മണ്ണാറശാല. മണ്ണാറശാല പോയിട്ടില്ലേ? നിങ്ങളൊക്കെ പോയിട്ടുണ്ടോ? അവിടുത്തെ പൂജ ചെയ്യുന്നത് ആരാ? അമ്മേനെ പൂജ ചെയ്യുന്നത് അവിടെ. അതുപോലെ ഞങ്ങളുടെയൊക്കെ തറവാടുകളിൽ ഇല്ലങ്ങളിലൊക്കെ അടുക്കള തേവരുണ്ടാവും. നമ്മുടെ അടുക്കളയിൽ തേവരുണ്ടാവും. ആ അടുക്കള തേവരെ പൂജിക്കുന്നത് അമ്മയാണ്, അച്ഛനല്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇല്ലത്തൊക്കെ ചെയ്യാനുള്ള കാര്യമാണ് വരുന്നത്. അമ്മ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് അമ്മ പൂജ കഴിച്ചിട്ട് അവിടെ പോയിട്ടുള്ളൂ. എല്ലാവരും ഉണ്ട്, ഗണപതി ശിവൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ആവശ്യം വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ പിന്നീട് വന്നതായ സമൂഹത്തിൽ സ്ത്രീകളും കൂടി ഇതിൽ വന്നു കഴിഞ്ഞാൽ കുടുംബത്തെ കാര്യം നടക്കില്ല. അതുകൊണ്ടാണ് പ്രസവിക്കാൻ ആൾ വേണം, വീട്ടിലെ പണി നടക്കണം. അപ്പോൾ 2 പേരെ അവിടെ താഴ്ചിട്ടു. അടുക്കളയിലും പ്രസവ മുറിയിലും പെട്ടുപോയി. ആര്? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പിടിക്കില്ല കേട്ടോ. ഞാനങ്ങനെ പറയുന്ന കൂട്ടത്തിലാണ് നിർത്തുക അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ അത് ശൂദ്രൻ എന്ന് പറഞ്ഞാലോ ക്ഷുദ്ര മനസ്സുള്ള ആളുടെ പേരാണ് ശൂദ്രൻ. അവന് വേദം പഠിച്ചിട്ട് കാര്യമില്ല. പ്രകൃതിയിൽ മാത്രം ഈശ്വരനെ കാണുന്ന ആൾ വീതം വേദം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ഇവിടെ വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ വ്യാഖ്യാനിച്ച പോലെ ആരും വ്യാഖ്യാനിക്കില്ല, നിങ്ങൾ കേൾക്കൂല. അത് വേറെ കഥ. ഞാൻ കാണുന്ന ചിത്രം ഇങ്ങനെയാണ് അവിടെ. അല്ലാണ്ട് സ്ത്രീ പുരുഷന്മാർക്ക് വ്യത്യാസം ഉണ്ടെന്നോ, ഈശ്വരൻ പ്രകൃതിയുടെ സൃഷ്ടിക്ക് വേണ്ടി 2 വ്യത്യസ്ത രൂപങ്ങളെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും, ഇത്രയേ ഉള്ളൂ. എല്ലാത്തിനും വേണ്ടി നെഗറ്റീവ് പോസിറ്റീവ്, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതിൽ 2 പേർക്കും ഒരു ഇത് മാറ്റം പറയാൻ ബുദ്ധിമുട്ടാണ്. ഏറ്റവും വലിയ ഭക്തകൾ ശരിക്കും മീരാഭായി ഗുരുരമ്മയൊക്കെ എത്ര വലിയ ഭക്തകളല്ലേ, വിളിച്ചെടുത്ത് ഒരു ഭഗവാൻ. അപ്പം അതുകൊണ്ട് അങ്ങ് പറഞ്ഞു. അതുപോലെ ഇനിയിപ്പോൾ പണ്ഡിതന്മാരുണ്ടാവും കൂട്ടർ, ചില ആൾക്കാർ. അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് എല്ലാം അറിയാവുന്നൊരു വിചാരമുണ്ട്, പക്ഷെ ഭക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് അതും പറയേണ്ടത് ഇവിടെ. അതുകൊണ്ടാണ് ഒരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്ന ആൾക്കാർക്ക് ഈ പൂജ കഴിക്കുന്ന ആ പ്രവൃത്തി ഉപജീവന മാർഗമാണോ അതോ ഉപാസന മാർഗമാണോ എന്ന് ചോദിച്ചാൽ ഉപജീവന മാർഗമായി മാറിക്കഴിഞ്ഞവർ അല്ലേ. എവിടെയെങ്കിലും